കൊട്ടിയൂർ പഞ്ചായത്തിൽ അമ്പായത്തോട് പാൽച്ചുരം പ്രദേശത്ത് കുടിയേറ്റം ആരംഭിക്കുന്നതിനും എത്രയോ മുമ്പ് ഈ മലമടക്കുകളിൽ ജീവിതം കരുപിടിപ്പിച്ച കുടിച്ച തറവാട്ടുകാരനവർ അച്ചപ്പൻ ഇടമന തനിക്ക് നഷ്ടപ്പെട്ടു തുടങ്ങിയ ഓർമ്മത്തുരത്തിൽ അക്കാലത്തെ അനുഭവങ്ങൾ തിരിയുകയാണ്. ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന കൊട്ടിയൂരമ്പലത്തിലെ ഉത്സവ ചടങ്ങുകളിൽ പോലും അവകാശ അധികാരങ്ങൾ ഉണ്ടായിരുന്ന തറവാട്ടുകാരനവർ. വീരപഴശ്ശിക്ക് ധൈര്യവും പിന്തുണയുമായി നിലകൊണ്ട വില്ലാളി വീരന്മാരുടെ ഈ പിന്തുടർച്ചക്കാരൻ തന്റെ അനുഭവങ്ങൾ നമുക്കായി പങ്കുവയ്ക്കുന്നു. ഇവിടെ ആദ്യം താമസം തുടങ്ങിയത് ആരാ? എന്നാലും നിങ്ങളിവിടെ ആദ്യം മുതലേ ഉണ്ടോ? ഇവിടെ അയലോക്കാരെന്ന് പറയാ ആ കാര്യമായിട്ട് ഓർമ്മയില്ല. എന്തായാലും അമ്പായത്തോട്ടിലെ ആദ്യത്തെ താമസക്കാരൻ ആരാ? നിങ്ങൾ തന്നെ? അന്ന് വഴിയൊന്നും ഇല്ലല്ലോ. ഇല്ല, അന്ന് ഈ കൂട്ട് വഴിയൊന്നുമില്ല. എങ്ങനെ ഇവിടെ വന്നേ? കാട്ടോട്ടല്ലേ വെട്ടിപ്പൊളിച്ചാലും ഇവിടെ എത്തി. അന്ന് ഞാൻ ഇവിടെ വന്ന് ഒരു പാറയില്ല, ഞങ്ങളല്ലേ ഉള്ളു. കാറുണ്ട്, കാട്ടിലുണ്ട്, ആനേ ഉള്ളു. ആനയും കാറ്റും ഈ കുട്ടിയേ ഉള്ളു. എന്തായിരുന്നു അന്ന് കൃഷിയൊക്കെ? ഒത്തല്ലേ കാകൊത്തി കാട് ചുട്ട് എല്ല് അന്ന് കൃഷി എല്ലുണ്ടാന്ന് വരുന്നേ ഉള്ളൂ. കാര്യമായിട്ടൊന്നും കിട്ടാനില്ല. കാട്ടു പഞ്ഞു എല്ലാം അവർ കൊടുത്തുന്നു. നമുക്ക് കാര്യമായിട്ടൊന്നും കിട്ടാനില്ല. അന്ന് കൂടെ ആരായിരുന്നു പണിയാനൊക്കെ ഉണ്ടായിരുന്നത്? അന്നായിരുന്നു പിള്ളേരൊക്കെ ഉണ്ടേ. ഈ പ്രദേശത്ത് അന്ന് എത്ര വീടുകളുണ്ട്? വേറെ ഇത് ഇപ്പൊ വേറെ വീട്, ഇത് കൂടാതെ വേറെ വീട് ഇപ്പോഴല്ലേ വീട് അവിടെ ഉണ്ടായി. അന്ന് വീടുണ്ടായത് അന്നില്ല വീട്. ഇപ്പൊ മാത്രമേ ഉള്ളൂ അവിടെ എവിടെയൊക്കെ വീട്. ഇപ്പോഴാ സുഖം. അന്നത്തെ പോലെ സുഖം ആരും പേടിക്കാനില്ലല്ലോ. പണ്ടത്തെ പൊനം കൃഷിയില്ലേ, നെല്ല് കൃഷി, അതെങ്ങനെയായിരുന്നു എന്ന് പറയാവോ? നെല്ല് കൃഷിയൊക്കെ ഉണ്ട്. എങ്ങനെയാ കൃഷി ചെയ്യുന്നത്? പാറ ഉണ്ടാവല്ലോ, അതിനെ കൊണ്ട് പോകുന്നല്ല. എന്താ അന്ന് ഇന്നലെ ബുദ്ധിമുട്ട്, അന്നത്തെ ബുദ്ധിമുട്ടൊന്നുമില്ല. അന്ന് കക്ക തൂമ്പ് പോലത്തെ കൊക്ക ഉണ്ടാവും. അയിമേൽ ഇരുമ്പ് പാര ഉണ്ടാവും. അതിനെ കൊണ്ട് ഭാഗത്തല്ലേ ഇപ്പോഴല്ലേ തൂമ്പുണ്ടായത്. അന്ന് തൂമ്പയില്ല. അന്ന് തൂമ്പില്ല. അത് ശരിയാ, കൈക്കോട്ട് എത്തിച്ചേ ഉള്ളൂ. അതിനെ കൊണ്ട് ചെയ്യല്ലേ. അത് ആരുണ്ടാക്കി തരും? അത് എവിടെയെങ്കിലും പോകും. എവിടെ അടുത്തല്ലേ, കൊല്ലല്ല. കൊരയാകാരം പോട്ടെ. വിത്ത് എവിടുന്നാ കിട്ടുക? വിത്ത് കുറച്ചുണ്ടാക്കും, കുറച്ച് വെക്കല്ലേ. എന്ത് വിത്തായിരുന്നു അന്ന്? എന്ത് വിത്താന്ന് ഓർക്കണ്ട? വിത്തിന്റെ പേര് ഓർമ്മയുണ്ടോ? വിത്തിന്റെ കോയാള് വിത്തിന് ഓർമ്മയുണ്ട്. അവളെടുത്ത് എന്ത് വിത്ത്? അന്ന് വിത്ത് എന്താന്ന് വെച്ചാൽ കോയാള് വിത്ത്. 2 കോയാള്, കല്ലാരി കോയാള, വെല്ലി കോയ, 2 കോയാള് വിത്തുണ്ട്. അത് എന്നും ഉണ്ട്. അതിപ്പോഴും അത്യാവശ്യം ഉണ്ടാവും. കഷ്ടം എവിടേക്കും. ഈ നെൽകൃഷി അല്ലാതെ വേറെ എന്നായിരുന്നു? വേറെ പ്രധാനപ്പെട്ട കൃഷികൾ എന്നൊക്കെയാ? വേറെ പ്രധാനപ്പെട്ട കൃഷികൾ നെല്ലിക്കൃഷി അല്ലാതെ വേറെ എന്താ കൃഷി ഉണ്ടാകുന്നത്? വേറെ ഉണ്ടാക്കിയാ പിന്നെ കിട്ടുവോ? കപ്പയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? കപ്പ ഉണ്ടായ കിട്ടില്ല. അത് കാട്ടുപദ്യം നല്ല തിന്നിട്ട് പോവല്ലേ. രാത്രി ഉറക്കില്ല. നേരം വൈകുന്നേരമായി പിന്നെ അത് ഉറക്കേ ഇല്ല. പിന്നെ കാട്ട് അടുത്തച്ചിട്ടില്ലേ കാട്ടുപന്നി, ആന എരിപാറ്, കാട്ടുപന്നി എരിപാറ്. അത് പല നേരം ഉറക്കില്ല. ഇന്നലെ സുഖോ പിന്നെ ഇത് അന്നത്തെ നല്ലെന്ന്
ഇത് മനുഷ്യനെ പേടി. ഇന്ന് കള്ളുകൂടി അന്ന് മൃഗങ്ങളെ പേടി. അന്ന് മുറികളുണ്ട് ഉണ്ട്. ആ. മനുഷ്യനെ പേടിച്ചിട്ട് കള്ളു കുടിച്ചിട്ട് മനുഷ്യൻ വന്നിട്ട് ആ. ഇതല്ല മനുഷ്യനെ ഇപ്പൊ ഓടിക്കാൻ പറ്റുമോ? മനുഷ്യനെ ഓടിക്കാൻ പറ്റില്ല. കാട്ടുപന്നിക്കെല്ലാം ഓടിപ്പോവും. ഇവിടെ തന്നെ ആയിരുന്നു ആദ്യം മുതലേ താമസം? ആ, ഇവിടെ തന്നെ. അതെ, ആദ്യം താമസം ഇവിടെ തന്നെയാ. പണിയരൊക്കെ ഉണ്ടോ താഴെ? പണിയർ തായുണ്ട്. കാവൽ മൂപ്പനുണ്ട്. അതെയോ? കാവൽ മൂപ്പന്റെ കുടുംബക്കാർ പണിയർ അവിടെ ഉണ്ട്. പണിയരുണ്ട്. അന്നേരം നേർന്ന ഭൂമിയാ. അത് ശരി. ആ, ഇത് ഉടുത് പൊട്ടിയങ്ങനായത് പോയി. ഡ്യൂട്ടിയെല്ലാം കുത്തി ഒഴുകി പോയി. ആ, പോയി. അന്നേരം ഉടുത് പൊട്ടിയാതെ പേടിയല്ലേ? ആ. ഏത് സമയം എപ്പോഴാ പൊട്ടുന്നത്? അപ്പൊ എന്നാ പറയാനാവില്ലല്ല. ഭയങ്കരമായി വരുമ്പോ പേടിയാ. ആ. ഉടൽ പൊട്ടു. നല്ലോണം നോക്കണമെന്നും പറഞ്ഞു ഇരിക്കും ഞങ്ങള്. കൊട്ടിയൂർ അമ്പലത്തില് എന്തൊക്കെയാ സ്ഥാനമൊക്കെ ഉണ്ടായിരുന്നില്ലേ പണ്ട്? അവകാശമൊക്കെ ഉണ്ടായിരുന്നില്ലേ? ഓർമ്മയുണ്ടാവല്ലോ. പണ്ട് ഓരോ കൊട്ടൂർ അമ്പലത്തിൽ തയ്ച്ച് ഓർമ്മ കിട്ടാനില്ല. ഇല്ല, പറഞ്ഞാൽ മതി. അന്ന് കൊട്ടൂർ അമ്പലത്തിൽ എന്താ അന്നത്തെ പറയാനെങ്കിലുണ്ട്. നല്ല അവിടെ കൊണ്ടുപോയി കൂട്ടിയത്. എന്തായിരുന്നു അത്? ഓർമ്മയുണ്ടോ? അത് അച്ഛൻ പറഞ്ഞ ഓർമ്മയെന്ന് വെച്ച് കഴിഞ്ഞാൽ കിഴക്കൻ നട. ആ. കിഴക്കേ പള്ളിയാന്ന് ഇവര് പറയുന്നത്. നമ്മളിവിടെ അങ്ങോട്ട് പോകുന്ന ഏരിയ അതാണ് കിഴക്കൻ നട. ആ കിഴക്കൻ നട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എറ്റപ്പലാനും ഇടവൻ തറവാടുക്കുള്ളതാണ്, കുടുംബക്കാർക്കുള്ളതാണ്. അത് അതിനകത്ത് മച്ചുനായിട്ട് നമ്മൾ പുതുശ്ശേരി തറവാടുമുണ്ട്, താഴത്തെ പുതുശ്ശേരി തറവാടുമുണ്ട്. ഇവർ 3 പേരാണ് ഇവരെ അവകാശക്കാർ അന്ന്. ഇപ്പം അതിനെക്കുറിച്ച് ഇപ്പം കാരണന്മാരും വഴിക്ക് പോകാനും ഇല്ല, നമ്മളോട് ചോദിക്കാറുമില്ല. അപ്പം അച്ഛനായിട്ട് പറഞ്ഞു അത് ഒറ്റപ്പലാനെ ഏൽപ്പിച്ചത്, ഇപ്പം ഞങ്ങളോട് ചോദിക്കാനും പോകണ്ടാകും. അതുകൊണ്ട് ആ കേസ് കിട്ടി അവിടെ നിർത്തി. നമ്മളതിൻ്റെ അന്വേഷിക്കാൻ പോകില്ല.